ദശാബ്ദക്കാലത്തെ രാമഭക്തരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അയോധ്യയിൽ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ മുഹൂർത്തത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ഈ ദിനത്തിൽ തന്നെ രാമനൊപ്പം ശ്രദ്ധേയമാവുകയാണ് രാമപ്രിയ എന്ന ഒരു കൊച്ചുമിടുക്കി. 2020 ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് ഭൂമിപൂജ നടത്തിയ പുണ്യദിനത്തിലാണ് കേരളത്തിൽ രാമപ്രിയ എന്ന പേരിൽ ലഭിച്ച ഒരു കുഞ്ഞു മിടുക്കിയുണ്ടെന്ന വിവരം ലോകം ഇന്നറിയുന്നത്. ഇരിങ്ങാലക്കുട താണശ്ശേരി പട്ടാട്ടുവീട്ടിൽ നിതിൻ നവശ്രീ ദമ്പതികളുടെ മകൾക്കാണ് ക്ഷേത്രത്തിന് ഭൂമിപൂജ നടത്തിയ പുണ്യദിനത്തിൽ നാമകരണ ചടങ്ങ് നടന്നത്. ചരിത്രപ്രസിദ്ധമായ ദിനത്തിൽ നാമകരണം ചെയ്യപ്പെട്ട ഈ പെൺകുട്ടിക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രനുമായി ബന്ധപ്പെട്ട പേര് തന്നെ നൽകണമെന്നായിരുന്നു അച്ഛനും അമ്മയും തീരുമാനിച്ചത്. തുടർന്ന് ശ്രീരാമന് ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥം വരുന്ന തരത്തിൽ രാമപ്രിയ എന്ന തരത്തിൽ പേര് നൽകി. ഇന്ന് മഹത്തായ അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളൊക്കെ പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ രാമപ്രിയ എവിടെയാണെന്ന് തേടുകയാണ് രാമഭക്തർ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹനീയമായ സാന്നിധ്യത്തിൽ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ രാമലല്ലയെ പ്രതിഷ്ഠിച്ചു. കാശി ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മികാന്ത് ദീക്ഷിതയാണ് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്, ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് അധ്യക്ഷൻ മഹന്ത് നിത്യഗോപാൽ ദാസ്, ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. 12:29 മുതൽ 12:30 നാഴിക വരെയുള്ള പവിത്രമായ അഭിജിത് മുഹൂർത്തത്തിലായിരുന്നു പ്രാണപ്രതിഷ്ഠ. 84 സെക്കൻഡ് നേരത്തോളം ചടങ്ങ് നീണ്ടുനിന്നു. രാംലല്ലയുടെ വിഗ്രഹത്തിന്റെ കണ്ണുകൾ തുറന്ന് അഞ്ജനമെഴുതി കണ്ണാടി ഉപയോഗിച്ച് ഭഗവാൻ തന്നെ ആദ്യം ഭഗവാനെ കണ്ട ഈ ധന്യ മുഹൂർത്തത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുകൾ അയോധ്യയുടെ മണ്ണിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി. ചടങ്ങുകൾക്ക് മുന്നോടിയായി 50 സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനി ക്ഷേത്ര പരിസരത്ത് മുഴങ്ങി. 51 ഇഞ്ച് ഉയരമുള്ള കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത 3 അടി വീതമുള്ള വിഗ്രഹമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചത്. 5 വയസ്സുകാരന്റെ രൂപത്തിലാണ് ശ്രീരാമ വിഗ്രഹം കൊത്തിയെടുത്തത്. 300 കോടി വർഷം പഴക്കമുള്ള കല്ലിലാണ് പ്രശസ്തനായ അരുൺ യോഗിരാജ് വിഗ്രഹം കൊത്തിയെടുത്തത്. ആടയാഭരണങ്ങൾ അണിഞ്ഞ വിഗ്രഹത്തിന്റെ ഇടത് കൈയിൽ അമ്പും വില്ലുമുണ്ട്. 200 കിലോയോളം ഭാരമാണ് ഈ വിഗ്രഹത്തിനുള്ളത്. അതേസമയം ഇതിലും വലിയ സന്തോഷം തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കാനില്ല എന്ന് വെളിപ്പെടുത്തുകയാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ വിഗ്രഹം നിർമ്മിച്ച ശില്പി അരുൺ യോഗിരാജ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെത്തിയ അരുൺ യോഗിരാജ് സന്തോഷത്തിലും അഭിമാനത്തിലുമാണ്. ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാൻ താനെന്നാണ് അദ്ദേഹം പറയുന്നത്. പൂർവികരുടെയും കുടുംബാംഗങ്ങളുടെയും ഭഗവാൻ രാംലല്ലയുടെയും അനുഗ്രഹം എപ്പോഴും തന്റെ കൂടെയുണ്ട്. ചില നിമിഷങ്ങളിൽ ഞാൻ സ്വപ്ന ലോകത്താണ് എന്നാണ് അരുൺ പറയുന്നതും. രാംലല്ലയുടെ വിഗ്രഹം നിർമ്മിക്കാനായി കഴിഞ്ഞ ഏപ്രിലാണ് അരുണിനെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് സമീപിച്ചത്. ബാലരൂപത്തിലുള്ള രാമന്റെ വിഗ്രഹം തീർക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് രാംലല്ലയുടെ വിഗ്രഹം കൊത്തിയെടുത്തത്. 10 ടൺ കൃഷ്ണശിലയിൽ കൊത്തിയെടുത്തതാണ് രാംലല്ലയുടെ 51 ഇഞ്ച് ഉയരമുള്ള വിഗ്രഹം. മൈസൂർ സ്വദേശിയായ അരുൺ യോഗിരാജ് MBA ബിരുദധാരിയാണ്. 2008 കുലത്തൊഴിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 7 മാസത്തോളം എടുത്താണ് രാമലല്ലയുടെ വിഗ്രഹം നിർമ്മിച്ചത്. കേദാർനാഥിലെ ആദിശങ്കരാചാര്യ പ്രതിമ, ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിലെ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ തുടങ്ങിയവയെല്ലാം തന്നെ അരുൺ യോഗിരാജിന്റെ നിർമ്മിതിയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തനിക്ക് അഭിമാനവും തനിക്ക് സന്തോഷവും തോന്നുന്ന ഒരു നിമിഷമാണ് രാംലല്ലയുടെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് പിന്നാലെ ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാമഭക്തർ തന്നെ കാത്തിരുന്ന ആ സുദിനം ഇന്ന് പരിസമാപ്തിയായി. രാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ വിഗ്രഹം ഇന്ന് മിഴി തുറന്നു. അഞ്ജനമെഴുതി കണ്ണാടി കൊണ്ട് തന്നെ ഭഗവാൻ തന്റെ രൂപം കണ്ടു. ലോകത്താകെയുള്ള രാമഭക്തർ ഇപ്പോൾ സന്തോഷത്തിലും അഭിമാന നിമിഷത്തിലുമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.